ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ ഗഫൂർ പുലിയത്ത്. ഞാനിന്നിവിടെ ഈ വീഡിയോയുമായിട്ട് വരാൻ കാരണം മറ്റൊന്നുമല്ല, ഇന്ന് വാവാണ്. ആയിരങ്ങളാണ് ഇവിടെ ബലിതർപ്പണത്തിനായിട്ട് ഇവിടെ തൃത്താല യജ്ഞേശ്വര ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. ഇത് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃത്താല വെള്ളിയാങ്കല്ല് ഭാരതപ്പുഴയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ശ്രീ യജ്ഞേശ്വരം ക്ഷേത്രമാണ്. അവിടെ ഇന്ന് ആയിരങ്ങളാണ് ഇന്ന് ബലിതർപ്പണത്തിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. ഒരു കമ. ഓക്കെ, അപ്പോൾ ഇതാണ് ശിവക്ഷേത്രം, യജ്ഞേശ്വരം അമ്പലം. ഇതിവിടെ ഊട്ടുപുരയാണ്. ദിവസേന 100-ൽ പരം ആളുകൾക്കാണ് ദിവസേന ഇവിടെ അന്നദാനം കൊടുക്കുന്നത്. ഇതിൻ്റെ ഊട്ടുപുരയാണ് ഇവിടെ. ആയിരങ്ങളാണ് ഇവിടെ ഇന്ന് ബലിതർപ്പണത്തിനായി വന്നിരിക്കുന്നത്. അതിൻ്റെ ടോക്കൺ കൊടുക്കുന്നതാണ് നിങ്ങളവിടെ കണ്ടത്. ഒരുപാട് ആളുകൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് ബലിതർപ്പണം ചെയ്തുകൊണ്ട് പോകുന്നത് ഒരുപാട് ആളുകൾ പോവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം. ഒരു നീര് കൊടുക്കും. ഇനിയെടുക്കുകയെന്ന് എല്ലാ പൂവേ ചന്ദനം വെള്ളംകുട്ടി മാർത്ത് വെക്കും. പ്രേതായാഹിതം അഭ്യംഗ പരിഹാരം സതേ. എല്ലാ വഴികളിലും
ബലിതർപ്പണത്തിന് വന്നാണല്ലോ അല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് സന്തോഷമായോ? വളരെ മനസ്സ് നിറഞ്ഞിട്ട് തന്നെയാണോ പോകുന്നത്? ഇഷ്ടമായത് വളരെ ഭംഗിയായിട്ടല്ലേ? ഓക്കെ. ഇന്നത് ബലിതർപ്പണത്തിന് വന്നാണോ അല്ലേ? എന്താ പേര്? മണിയാണ്ട്. ഇവിടെ സ്ഥലം കോട്ടപ്പുറം. ഇങ്ങനെ സന്തോഷമായോ? മനസ്സ് നിറഞ്ഞോ? നമ്മുടെ കാറിൽ മണികണ്ഠനാണ് ശരിക്കും ചൊല്ലി പറഞ്ഞത്. സന്തോഷം മനസ്സ് നിറഞ്ഞില്ല പറയുന്ന മൂന്ന് ആളുകളെല്ലാം അതിൻ്റെ പറയുന്നത്. മനസ്സ് നിറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും സന്തോഷം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഈ പറഞ്ഞില്ല ആയിരങ്ങൾ പങ്കെടുത്തുള്ള ഒരു ബലിതർപ്പണമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടായി. അപ്പോൾ ആ ബലിതർപ്പണത്തിന് നേതൃത്വം നൽകിയത് മറ്റാരുമല്ല, ഈ യജ്ഞേശ്വരം ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്ന കാർമി മണികണ്ഠനാണ്. മണികണ്ഠൻ എന്ന് പറഞ്ഞ നാട്ടിൽ എല്ലാവരും അറിയപ്പെടുന്നൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത, മാത്രമല്ല യജ്ഞേശ്വരം അമ്പലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇതിൻ്റെ അമ്പലത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും അദ്ദേഹത്തിനോട് ചോദിക്കാം. കാരണം ഇതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, ഇത് ലോകത്ത് എല്ലാവരും കാണുന്നൊരു വീഡിയോ ഉണ്ട്. ഈ ഇവിടെ ബലിതർപ്പണം എല്ലാ ദിവസവും ഉണ്ട്, ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. മണികണ്ഠൻ സാർ നമസ്കാരം. അപ്പോൾ വളരെ ഞങ്ങൾ കണ്ടു ഇവിടെ വളരെ നല്ല ആയിരങ്ങളാണ്. 4 മണിക്ക് തുടങ്ങി. ഞാൻ തന്നെ വരാൻ കുറച്ച് എഴുതിപ്പോയി. 6 മണിക്ക് ഞാൻ എത്തിക്കുന്നത്. പക്ഷേ അതിന് 2 മണിക്കൂർ മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ബലിതർപ്പണം കഴിഞ്ഞ് തിരിച്ചുപോയി. ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്ക് ഈ അമ്പലത്തിൻ്റെ പ്രതി പ്രാധാന്യം, കാരണം ഇത് എങ്ങനെയാണ്, യജ്ഞേശ്വര അമ്പലം ഭയങ്കര ഫേമസ് ആണ്, അവിടെ നിന്നൊന്ന് തുടങ്ങണം. ഇത് യജ്ഞേശ്വരം എന്ന് പറയുകയാണെങ്കിൽ യജ്ഞഭൂമിയാണ്. അഗ്നിഹോത്രി 99 യാഗം കഴിച്ച ക്ഷേത്രമാണത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം. 99 യാഗം കഴിച്ച ക്ഷേത്രത്തിനും സ്വയംഭൂവായ ശിവനാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇവിടുത്തെ ആലിനാണ്. ആൽമരത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പഴക്കം പറയാൻ കഴിയില്ല, അത്രയും പഴക്കമുള്ളൊരു ക്ഷേത്രം ആലാണ് ഈ ആൽ. പിന്നെ ഇവിടുത്തെ ബലിതർപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശിക്ക് തുല്യമാണ് ഇവിടുത്തെ ബലിതർപ്പണം എന്ന് പറയുന്നത്. പഞ്ചതീർത്ഥത്തിൽ പ്രധാനമാണ് പറയുന്നത്, അതിൽപ്പെട്ട അതാണ് വെള്ളിയാങ്കല്ല്. വരരുചിയുടെ മക്കൾ 11 പേരും 99 പ്രാവശ്യം അച്ഛനും അമ്മയ്ക്കും വേണ്ടി ബലിതർപ്പണം ചെയ്ത സ്ഥലമാണ് ഈ വെള്ളിയാങ്കല്ല്. അതിൽ 11 പേരിരുന്ന് ബലിയിടുമ്പോഴും 12ാമൻ അവിടെ സാമീപ്യം ഉണ്ടായിരുന്നു. വായില കുഞ്ഞിലാപ്പൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഈ ക്ഷേത്രത്തിൽ. ഇവിടെ വന്നിട്ട് ഒരു തുള്ളി വെള്ളം കൈക്കൊടനയിലാക്കിയിട്ട് അച്ഛനും അമ്മയും മനസ്സിൽ വിചാരിച്ചാൽ മതി എന്നാ പറയാം. അത്രയും പ്രധാനമാണ് ഈ ക്ഷേത്രത്തിൽ. നമ്മളിവിടെ വലിയ പറയുന്നത് നമ്മുടെ കഴിവൊന്നുമില്ല, ഭഗവാന്റെ മനസ്സുകൊണ്ടാണ് ഞാൻ തെറ്റാണ്ട് എനിക്ക് പറയാൻ കഴിയുന്നത്. ആൾക്കാർക്ക് അത് തൃപ്തിയാവാനും കാരണം തന്നെയാണ് ഭഗവാന്റെ ഒരു മനസ്സാണ്, ഞാനല്ല. ഞാൻ പുറത്തൊരു വീട്ടിലും എവിടെയും പോയിട്ട് ക്രിയൊന്നും പറയില്ല. ക്ഷേത്രം, ഈ ക്ഷേത്രത്തിൽ മാത്രം കണ്ടു. ഞങ്ങൾ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ വളരെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ടാണ് ഇവിടെ ബലിതർപ്പണം കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നത് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാ ദിവസങ്ങളും ഇവിടെ ഇങ്ങനെ ഉണ്ട് അല്ലേ? 360 ദിവസം ഇവിടെ ബലിതർപ്പണം നടക്കും. സാധാരണ തിരുനാവായാണ് എല്ലാവരും പോകുന്നത്. ഇപ്പോൾ കൂടുതൽ ആളുകൾ തിരുവനന്തപുരത്ത് നിന്നൊക്കെ, കാരണം ഞാനും ഈ അടുത്തുള്ള താമസക്കാരൻ തന്നെയാണ്. വളരെ സന്തോഷം തോന്നുന്നത് നമ്മുടെ തൃത്താല എന്ന ഈ നാട് എല്ലാം കൊണ്ടും പ്രാധാന്യം. കാരണം പറയപ്പെട്ട പന്തീരുകുലം എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ പ്രശസ്തിയായിട്ടുള്ള അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നുള്ള തൃത്താല, വെള്ളിയാങ്കല്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, യജ്ഞേശ്വര ഭൂമി, ഈ ക്ഷേത്രം, ഈ കാര്യങ്ങളൊക്കെ അത്രയും പ്രസിദ്ധമാണ്. അപ്പോൾ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തുനിന്നും പത്തനംതിട്ടയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ ഇവിടെ ബലിതർപ്പണത്തിനായി വരുന്നുണ്ട്. അത്രയും മുമ്പൊക്കെ ഇതൊക്കെ തിരുനാവായിക്കാണ് പോയിരുന്നത് അല്ലേ? ആൾക്കാർ കേട്ടറിഞ്ഞ് വരിക, ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം അറിഞ്ഞ് കേട്ടറിഞ്ഞ് വരികയാണ്. പല ഈ ജ്യോത്സ്യന്മാരും യജ്ഞഭൂമിയിൽ ബലിതർപ്പണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ യജ്ഞഭൂമി നോക്കിയാൽ എവിടെയും കാണില്ല. അങ്ങനെ തെരഞ്ഞു പിടിച്ചിട്ടാണ് പ്രശ്നവശാൽ കാണുന്നതാണ് യജ്ഞേശ്വരം, അതാണ് യജ്ഞഭൂമി. അപ്പോൾ ഈ മണ്ണിൽ ചവിട്ടാൻ തന്നെ ഒരു ഭാഗ്യമാണെന്ന് പറയാം. അത്രയും യജ്ഞഭൂമിയാണ്, ദേവഭൂമിയാണ്. 99 യാഗം കഴിച്ച അഗ്നിഹോത്രി ദേവന് തുല്യം എന്നാ പറയാം. അഗ്നിഹോത്രിക്കുണ്ടായ മക്കളാണല്ലോ അഗ്നിഹോത്രിയുടെ മക്കളല്ല, അവര് പിന്തലമുറക്കാർ അല്ലേ? വരരുചിയുടെ മക്കൾ. മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ അമ്പലത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ നടത്തിപ്പുകാർ, ഇതിൻ്റെ കമ്മിറ്റിക്കാർ, ഇവിടെ എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിൽ തന്നെ ഇങ്ങനെ ഉണ്ടാറില്ല. ഇവിടെ ഈ ക്ഷേത്രത്തിൽ 100-ൽ പരം ആളുകൾക്ക് ദിവസേന അന്നദാനം കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിനെപ്പറ്റി നമുക്ക് കാർമിയോട് ചോദിക്കാം. അതിവിടെ പ്രശ്നവശാൽ അമ്പലത്തിൽ പ്രശ്നം നടത്തിയപ്പോൾ 12 നാഴികരുടെ നേതിയാണ് ഈ ഭഗവാന് വേണമെന്ന് പറഞ്ഞത്.
അങ്ങനെ 12 നാഴി അരിയുടെ നേദ്യം വെക്കാൻ തുടങ്ങിയത് കൊണ്ടുപോകാൻ ആളില്ലണ്ടേ. അപ്പോൾ അത് ഇവിടെ കൊടുക്കാൻ തുടങ്ങി. പിന്നീട് അത് അന്നദാനമായി മാറി. എല്ലാ ദിവസവും അന്നദാനമായി മാറി. ഒരു ദിവസം ഇവിടെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എങ്ങനെ അറിയില്ല. അതിനുള്ള സാമ്പത്തികം അവിടെ വരും. ഇവിടെ നാട്ടുകാരുടെ പറന്നാളുകളും പിന്നെ മരിച്ചവരുടെ ഈ വക ക്രിയകളും ശ്രാദ്ധ ബലിക്കുള്ളതും 10 ആൾക്ക് അന്നം കൊടുക്കൽ അങ്ങനെ നടന്നു പോകുന്നത് ദോഷമൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയിൽ നടന്നു പോകുന്നു ഈ അമ്പലത്തിൽ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. കാരണം ഞങ്ങൾ കണ്ടു ആയിരങ്ങളാണ് ഈ ബലിതർപ്പണത്തിൽ ഇവിടെ വന്ന് വളരെ സന്തോഷത്തോടുകൂടി നിറഞ്ഞ മനസ്സോട് കൂടിയിട്ടാണ് ആളുകൾ പോകുന്നത്. അതൊക്കെ ഇവിടുത്തെ നിങ്ങളുടെ ആ ചൊല്ലിക്കൊടുക്കുന്നതും കാരണം അവർക്കൊക്കെ അത് മനസ്സിന് തൃപ്തിയാണല്ലോ, അതും കൂടി കണ്ടു. എന്തായാലും വളരെ സന്തോഷം. ഓക്കെ, നമസ്കാരം. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ പിന്നെ ബലിതർപ്പണത്തിന് നമ്മൾ തൃത്താലയിൽ യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ ഇന്ന് നടന്ന ഈ പ്രോഗ്രാം കണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാർമ്മികമായിട്ട് അഭിമുഖം ഉണ്ടായി. അപ്പോൾ പറഞ്ഞല്ലോ ദിവസേന 100-ൽ പരം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ കമ്മിറ്റിക്കാരാണ് ഇത് ഗോപേട്ടനാണ്, നമ്മുടെ ഇവിടുത്തെ ഒരു പിന്നെ പൊതുപ്രവർത്തകനും മാത്രമല്ല ഇവിടുത്തെ മെമ്പറാണ്, അദ്ദേഹത്തിൻ്റെ പത്നിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ ചുറ്റുഭാഗത്തുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ വന്നിട്ട് പിന്നെ ചോറ് അരി കഴുകിയിട്ടും പച്ചക്കറിയും സാമ്പാറൊക്കെ അവർ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഈ 100 പരം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ യജ്ഞേശ്വരം അമ്പലത്തിൻ്റെ പ്രത്യേകതയാണത്. കാരണം അത്രയും ഈ നാടിന് അറിയപ്പെടുന്ന ഈ യജ്ഞേശ്വരം അമ്പലത്തിൻ്റെ ചരിത്രം നേരത്തെ പറയേണ്ടായി. അപ്പോൾ ഇവരും കൂടി ഒന്ന് ഉൾപ്പെടുത്തുന്നതാണ് നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ. ഓക്കെ, ക്ഷേത്രമാണ് നമ്മുടെ യജ്ഞേശ്വരം ക്ഷേത്രം. ഇവിടെ ഇതൊരു യാഗഭൂമിയാണ്. ഈ യാഗഭൂമിയുടെ അനുസ്മരണം എന്ന വണ്ണം നമ്മുടെ ഇവിടെ ദിവസേന ബലികർമ്മങ്ങൾ നടന്നു വരുന്നുണ്ട്. നമ്മുടെ മരിച്ചുപോയ നമ്മുടെ പിതൃക്കൾക്കുള്ള ബലികർമ്മങ്ങൾ ദിവസവും ഇവിടെ നടത്തി വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉച്ചയ്ക്ക് 12:30 മുതൽ 1:30 വരെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകുന്നുണ്ട്. കാരണം അതിൽ നമ്മൾ ആരും വക തിരിച്ച് കാണുന്നില്ല. ഇവിടെ വരുന്ന എല്ലാ ആളുകൾക്കും വിശക്കുന്നവനും വിശക്കാത്തവനും ഉച്ചഭക്ഷണം ഇവിടെ ആര് വന്നാലും ഇവിടെ 12:30 മുതൽ 1:30 വരെ എല്ലാവർക്കും ഭക്ഷണം നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സത്കർമ്മം നടന്നു വരുന്ന ഒരു ക്ഷേത്രമാണിത്. അതിലിവിടെ ജാതി, മത, വർണ്ണ, വർഗ, ലിംഗം ഇതൊന്നും ആർക്കും ഭേദമില്ല, ആർക്കും വരാം. ഉച്ചയ്ക്കുള്ള ഭക്ഷണം എല്ലാവർക്കും ഇവിടെ ലഭിക്കും. അതിൽ നമ്മൾ മറ്റൊന്നും പരിഗണിക്കുന്നില്ല. എല്ലാവരും തുല്യരായി തന്നെ നമ്മൾ പരിഗണിച്ചുകൊണ്ടുള്ളതാണ് ഇവിടെ നടന്നു വരുന്നത്. പിന്നെ നമ്മൾ കർക്കിടകത്തിലെ വാവ്, തുലാമാസത്തിലെ വാവ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 2 ദിവസങ്ങളാണ്. ഈ 2 ദിവസങ്ങളിൽ വരുന്ന എല്ലാവർക്കും കാലത്ത് വന്ന് ബലികർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ പ്രളയത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രളയം ഉണ്ടാകും എന്നുള്ളൊരു ഭീതി എല്ലാവരിലും ഉണ്ടായിരുന്നുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങി നമുക്ക് ബലികർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും വരുന്ന എല്ലാവർക്കും അവർക്ക് തൃപ്തികരമായ എണ്ണത്തിൽ തന്നെ നമ്മളിവിടെ ബലികർമ്മത്തിനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നു പോയ എല്ലാവരും വളരെ സന്തോഷത്തോടും ആത്മസംതൃപ്തിയോടും കൂട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിരുന്നത് ഇന്ന് വാവാണ്. ഇന്ന് ശ്രീ യജ്ഞേശ്വരം അമ്പലത്തിലെ ബലിതർപ്പണമാണ്. ഒട്ടനവധി ആളുകളാണ്, ആയിരങ്ങളാണ് ഇന്ന് ബലിതർപ്പണത്തിനായി ഇവിടെ എത്തിയിരിക്കുന്നത്. കറക്റ്റ് 4 മണിക്ക് തന്നെ ബലിതർപ്പണം തുടങ്ങി. ഒട്ടനവധി ആളുകൾ ബലിയിട്ട് കഴിഞ്ഞുകൊണ്ട് അവർ പോയി. ഇപ്പോഴും ഇതിപ്പോൾ സമയം ഇപ്പോൾ 6:30 മണി കഴിഞ്ഞു. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ വരും വരെ എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ബൈ.